നമ്മളെല്ലാവരും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാം, നമ്മളുടെ ബിസിനസ്സിൽ ഒരിക്കലും നമുക്കൊരു സേഫ് സോൺ, സേഫ് പോയിന്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്നുള്ളത്. ഒന്നെങ്കിൽ നമ്മളുടെ ബിസിനസ് ഗ്രോ ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ് താഴേക്ക് പോകണം. അല്ലാതെ സേഫ് സോൺ എന്ന് പറയുന്ന ഒരു സാധനം നമ്മളുടെ ബിസിനസ്സിലില്ല. നമ്മൾ ആരെങ്കിലും അങ്ങനെ ഒരു സേഫ് സോണിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഒന്നെങ്കിൽ നമ്മളുടെ ബിസിനസ് ഓട്ടോമാറ്റിക്കലി താഴേക്ക് പോകാൻ തുടങ്ങും, അല്ലെ? ഇന്ന് കറന്റ് എൻവയോൺമെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 1990-കളിൽ, 1990 മുതൽ 2000 വരെയുള്ള ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു ബിസിനസ് ചെയ്ത് സക്സസ്ഫുൾ ആകണമെങ്കിൽ അയാൾക്ക് ആ ബിസിനസ്സിൽ ഒരു എക്സ്പെർട്ടൈസ് മാത്രം മതിയായിരുന്നു. അതായത് കസ്റ്റമർ എപ്പോ ഏത് പ്രൊഡക്റ്റ് ഏത് സമയത്ത് ഓർഡർ ചെയ്യും, കസ്റ്റമർക്ക് ഏത് പ്രൊഡക്റ്റിന് ഏത് സമയത്താണ് ഓഫർ കൊടുക്കാൻ പറ്റുക, ഏത് രീതിയിൽ മാർജിൻ സെറ്റ് ചെയ്യാൻ പറ്റണം, ഈ രീതിയിലൊരു ഒരു എക്സ്പെർട്ടൈസ്, ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ 1990 മുതൽ 2000 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒരാൾക്ക് ബിസിനസ് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. എന്നാൽ 2000-ന് ശേഷം 2015 വരെയുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ എക്സ്പെർട്ടൈസ് വേണമെന്നില്ല. നിങ്ങൾക്ക് ഹ്യൂജ് ആയിട്ടൊരു ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് അഡ്വർടൈസ് ചെയ്ത്, അല്ലെങ്കിൽ ഡിഫറെന്റ് ബ്രാഞ്ചുകള്, ഡിഫറെന്റ് ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ബിസിനസിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ 2015-25 നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എക്സ്പെർട്ടൈസ് ഉണ്ടായിട്ടും കാര്യമില്ല, ഒരു ഹ്യൂജ് ക്യാപിറ്റൽ ഉണ്ടായിട്ടും കാര്യമില്ല. അവിടെ നിങ്ങൾക്ക് നല്ലൊരു സ്ട്രാറ്റജി വേണം നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ. നല്ലൊരു സ്ട്രാറ്റജി എന്ന് നമ്മൾ പറയുമ്പോൾ നല്ലൊരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം. കാരണം ഇന്ന് കറന്റ് സിറ്റുവേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ എക്കണോമിയിൽ, അല്ലെങ്കിൽ നമ്മളുടെ നാട്ടില് ട്രെൻഡുകൾ ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ടെക്നോളജികളും ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മളുടെ ബിസിനസ്സിന് ചേഞ്ച് ആവാൻ പറ്റണം, നമ്മളുടെ സിസ്റ്റംസിന്, നമ്മളുടെ ആളുകൾക്ക് ചേഞ്ച് ആവാൻ പറ്റണം, ഒരു അഡാപ്റ്റബിലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് സ്കിൽസ് ഉണ്ടായിരിക്കണം. ഇന്ന് നിങ്ങൾ നോക്കിയേ, മാർക്കറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്യാപിറ്റലിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട്, അതായത് ഒരു യൂട്യൂബ് അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്കറ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെ അക്കൗണ്ട് തുടങ്ങി മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് സ്കിൽഫുൾ ആയിരിക്കണം. നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം, നിങ്ങൾ ആ ചെയ്യേണ്ട കാര്യങ്ങളിൽ സ്കിൽഫുൾ ആയിരിക്കണം. ഉദാഹരണത്തിന് ഒരു യൂട്യൂബിൽ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ പബ്ലിക് സ്പീക്കിംഗ് അതുപോലുള്ള കാര്യങ്ങളിൽ എഫിഷ്യന്റ് ആയിരിക്കണം. നിങ്ങൾക്ക് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം, ആ കണ്ടന്റ് ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റണം. അപ്പം ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ സ്കിൽഫുൾ ആയിരിക്കണം. സോ ഇതിന് വേണ്ടിയിട്ടും കൂടെ കണ്ടക്ട് ചെയ്യുന്ന നമ്മളുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ലോക്കൽ എക്കണോമിയുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇത്. ഓക്കെ, സോ അപ്പൊ നമ്മൾ ലോക്കൽ എക്കണോമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ കറന്റ്ലി ഒരു ട്രെയിനിങ് ആൻഡ് കൺസൾട്ടിങ് ഫേം ആണ്. ഇതുവരെ ഏകദേശം 10-20ഓളം കമ്പനീസിനെ ഞങ്ങൾ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് തന്നെ പ്രോഫിറ്റ് എൻഷുർ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ പേര് അർജുൻ മോഹൻ എന്നാണ്. കറന്റ്ലി ഒരു 6 വർഷമായിട്ട് ട്രെയിനിങ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കോർപ്പറേറ്റ് ട്രെയിനിങ് ആണ് എന്റെ ഫീൽഡ്. അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, എംപ്ലോയീസ് ട്രെയിനിങ്സിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ കറന്റ്ലി ബിസിനസ് ഓണേഴ്സിന്റെ അവരുടെ പെയിൻസ് മനസ്സിലാക്കി അവരെ അതിലേക്ക് എൻഹാൻസ് ചെയ്യുക. കാരണം ഈ ഒരു സിനാരിയോസിൽ അവർക്ക് ഇൻഫർമേഷൻ, അറിവുണ്ടെങ്കിൽ മാത്രമേ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിൽ അവരെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് ട്രെയിനറാണ്. സോ എല്ലാവരും ഈ സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. താങ്ക് യു ഫോർ ജോയിനിങ്. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ ബിസിനസ്സിന് നല്ല സ്ട്രാറ്റജീസ് ഉണ്ടാവുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഞാൻ എന്റെ സ്ലൈഡ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം. അപ്പം ആദ്യം നമുക്ക് എന്താണ് നമ്മളുടെ ബിസിനസിന്റെ സ്ട്രാറ്റജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. അപ്പം സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും വണ്ടി ഓടിക്കുന്ന ആളുകളാണ്. ഇപ്പം ഞാനൊരു വണ്ടി ഓടിക്കുകയാണ്, വണ്ടിക്കൊരു 100 കിലോമീറ്റർ സ്പീഡിലാണ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. വണ്ടിയുടെ പുറകിൽ കൂടെ ഒക്കെ കാറുകൾ വരുന്നുണ്ടോ, മുമ്പിൽ കൂടെയും മറ്റു വാഹനങ്ങളൊക്കെ വരുന്നുണ്ട്.
ഞാൻ കണ്ണാടി നോക്കുന്നു, സൈഡ് കൊടുക്കുന്നു, വണ്ടി ഓടിച്ചുകൊണ്ടേയിരിക്കുന്നു, വണ്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. ഈ രണ്ടാമത്തെ ഒരു സിനാരിയോയില് ഞാൻ വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് ഞാനൊരു GPS സെറ്റ് ചെയ്യുന്നു. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ടേക്ക് ഒരു GPS സെറ്റ് ചെയ്യുന്നു. ഈ GPS വെച്ചിട്ട് ഞാൻ എന്റെ കാർ ഡ്രൈവ് ചെയ്യുന്നു. ആ സമയത്ത് ഈ GPS എനിക്ക് കൃത്യമായിട്ടുള്ള സിഗ്നൽസ് തരുന്നുണ്ട്. ഏതൊക്കെ ഏരിയയിലാണ് ട്രാഫിക് ബ്ലോക്കുകൾ വരുന്നത്, ഏതൊക്കെ വഴിയിലൂടെയാണ് എനിക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്നത്. അപ്പം ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് നിങ്ങൾ കമ്പനി റൺ ചെയ്യുമ്പോൾ രണ്ടാമത്തെ സിനാരിയോ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കറന്റ് എല്ലാ സ്മോൾ മീഡിയം എന്റർപ്രൈസുകളും ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് നന്നായിട്ട് പോകാൻ വേണ്ടി മാത്രമാണ്. എന്താണ് എന്റെ ഫ്യൂച്ചറിലേക്ക് എനിക്ക് എങ്ങനെ പോകാം എന്നൊരിക്കലും ആരും ചിന്തിക്കുന്നില്ല. ഓക്കെ, അപ്പൊ സ്ട്രാറ്റജി ഒരു ബിസിനസ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മളുടെ ഫ്യൂച്ചർ എന്താണ്, ആ ഫ്യൂച്ചറിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതിന്റെ ഒരു സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്കൊരു ലക്ഷ്യം തരും, എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളൊരു ലക്ഷ്യം തരും. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു ജിമ്മ് നടത്തുകയാണ്, ഒരു ജിം ഓണറാണ് നിങ്ങളെന്ന് വിചാരിക്കുക. അപ്പൊ നോർമലി നമ്മളുടെ നാട്ടിലുള്ള എല്ലാ ജിമ്മുകളും ചെയ്യുന്ന എന്താ, ഒരുപാട് എക്യുപ്മെന്റ്സ് മേടിച്ചു വെക്കും, എന്നിട്ട് കുറച്ച് ട്രെയിനേഴ്സിനെയും കൂടെ വെക്കും, എന്നിട്ട് ആൾക്കാരുടെ സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ആൾക്കാർ വന്ന് ജോയിൻ ചെയ്യും. 1 മാസം 2 മാസം ഒക്കെ അവര് ജിമ്മിൽ കൺസിസ്റ്റന്റ്ലി വരും. 3-ാമത്തെ മാസം അവർ ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്യുന്നിരിക്കും. അപ്പം അടുത്ത ആൾക്കാരെ വീണ്ടും എന്ത് ചെയ്യുക, മാർക്കറ്റ് ചെയ്ത് നമ്മളുടെ ജിമ്മിലേക്ക് കൊണ്ടുവരാനാണ് കൂടുതൽ ആൾക്കാർ ശ്രമിക്കുക. അപ്പൊ അതുവഴി അവരുടെ ഡേ ടു ഡേ എക്സ്പെൻസിന് വേണ്ടിയിട്ടുള്ള ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യുക. എല്ലാ മാസവും പ്രോഫിറ്റബിൾ ആയിട്ട് പോകാനായിരിക്കും എല്ലാ ജിം ഓണേഴ്സും നോക്കുന്നത്. ഓക്കെ, ഇനി ഇത് ഒന്ന് സ്ട്രാറ്റജൈസ് ചെയ്താലോ, ഇത് നമുക്കൊരു സ്ട്രാറ്റജൈസ് ചെയ്യാം. അതേ ജിം ഓണർ വിചാരിക്കുകയാണ് ഞങ്ങള് ഇന്നു മുതൽ വെയിറ്റ് ലോസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ആ ജിം ഓണർ എന്ത് ചെയ്യും, വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ അയാളുടെ ജിമ്മിൽ ഇംപ്ലിമെന്റ് ചെയ്യും. അതായത് നിങ്ങൾ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് നിങ്ങളുടെ വെയിറ്റ് കുറഞ്ഞു കിട്ടുന്ന ഒരു പ്ലാൻ അയാളുടെ ജിമ്മിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അപ്പൊ അതുവഴി എന്താ സംഭവിക്കുന്നത്, ബാക്കി എല്ലാ ജിമ്മുകളും സെയിം രീതിയിൽ വർക്ക് ചെയ്യുന്നു, അയാളുടെ ജിമ്മ് മാത്രം വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി അയാൾക്കൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടും. കാരണം ബാക്കിയുള്ള ജിമ്മുകളെല്ലാം പരസ്പരം കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഇയാളുടെ ജിമ്മ് മാത്രം എന്തുണ്ട്, വെയിറ്റ് ലോസ് പ്രോഗ്രാം ഉണ്ട്. അതുകൊണ്ട് കോമ്പറ്റീഷനിൽ ഇയാള് വളരെ മുന്നിലായിരിക്കും ബാക്കിയുള്ള ടീമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പം ആ രീതിയിൽ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എപ്പോഴും നമുക്ക് നല്ലൊരു സ്ട്രാറ്റജി തരുന്നുണ്ട്. മറ്റുള്ളവർക്ക് നമ്മളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ. അത് മാത്രമല്ല, ഈ ജിം ഓണർ ഇങ്ങനെ ജിം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അതായത് ഈ വെയിറ്റ് ലോസ് പ്രോഗ്രാം ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തു, അയാൾ പയ്യെ 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 വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റ് ചെയ്തു, ആൾക്കാരെ വെയിറ്റ് ലോസിന് വേണ്ടി കൊണ്ടുവന്നു. അപ്പൊ അയാൾ നോക്കുമ്പോൾ കൂടുതൽ വരുന്നത് പ്രൊഫഷണൽസ് ആണ്, വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. ആ വർക്കിംഗ് പ്രൊഫഷണൽസ് കൂടുതൽ വന്നപ്പോ അയാൾക്കൊരു കാര്യം മനസ്സിലായി, ഈ വർക്കിംഗ് പ്രൊഫഷണൽസിന് വെയിറ്റ് ലോസിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു ഡയറ്റ് പ്ലാൻ ആണ്. ഇവർക്ക് ഡയറ്റ് പ്ലാൻ ഇല്ല. സോ ആ ജിം ഓണർ എന്ത് ചെയ്തു, ഈ ഒരു ഡയറ്റ് പ്ലാനിന്റെ ഒരു കൺസൾട്ടിങ് സർവീസ് കൂടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നോക്കിയേ, അവിടെ വെയിറ്റ് ലോസ് പ്രോഗ്രാം ഉണ്ട്, ഡയറ്റ് പ്ലാനിന്റെ കൺസൾട്ടിങ് സർവീസ് ഉണ്ട്. അപ്പം ആ ജിമ്മിൽ കയറാനായിട്ട് ഒരു കാരണം കൂടായി അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് കണ്ടോ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഒരു റവന്യൂ ജനറേഷൻ മോഡല് രണ്ടായി. 2 രീതിയിൽ ഇപ്പൊ ജിം ഓണർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നല്ലൊരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് മാത്രമല്ല വരുന്നത്, അവിടെ ഒരു ഗ്രോത്തും കൂടെ കൊണ്ടുവരും. ഇനി നോക്കിയേ, ഈ ജിം ഓണർക്ക് ഈ ഡയറ്റ് പ്ലാനിന്റെ കൺസൾട്ടേഷൻ പ്ലസ് വെയിറ്റ് ലോസിന്റെ ഈ പ്രോഗ്രാം വർക്കിംഗ് എംപ്ലോയീസ് ഏറ്റവും കൂടുതലുള്ള എല്ലാ സിറ്റീസിലും കൊണ്ടുവച്ചാൽ മതി. അവിടെ അയാളുടെ ജിം എക്സ്പാൻഡ് ആവുകയും കൂടെ ചെയ്യുന്നു കേട്ടോ.
സോ ഈ രീതിയിലാണ് ഒരു സ്ട്രാറ്റജി നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കേസ് എടുക്കാം. നിങ്ങളൊരു റെസ്റ്റോറന്റ് കേസ് എടുക്കുകയാണെന്ന് വെച്ചു. അപ്പം റെസ്റ്റോറന്റിൽ നമ്മൾ ഒരു സ്ട്രാറ്റജി വെച്ചു, ഒരു സ്ട്രാറ്റജിക് മിഷൻ വെച്ചു. നമ്മളുടെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റോറന്റ് ഓണർ പറഞ്ഞു ഇനി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ഫുഡ് നമ്മളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുക. അതായത് വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഫുഡ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുക. കേരളത്തിൽ ഒതന്റിക് ആയിട്ടുള്ള ഡിഷസ് ആണ് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനൊരു ഡിസിഷൻ ആ റെസ്റ്റോറന്റ് ഓണർ വെച്ചു. അങ്ങനെ ഒരു സ്ട്രാറ്റജിക് വിഷൻ ആ റെസ്റ്റോറന്റ് ഓണർ വെച്ച് കഴിഞ്ഞപ്പോ എന്താ ഓട്ടോമാറ്റിക്കലി സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവിടെ ആ സ്ട്രാറ്റജിക് മിഷനെ ഡിസിഷൻ മേക്കിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു റെസ്റ്റോറന്റില് ഒരിക്കലും അവരുടെ എംപ്ലോയീസിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അതായത് ഈ റെസ്റ്റോറന്റില് നമ്മൾ കുറച്ചുകൂടെ ഫുഡ് കളർ ആഡ് ചെയ്യണോ അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യണോ എന്നുള്ളൊരു ഡിസ്കഷൻ വരുമ്പോഴത്തേക്ക് അവിടെയുള്ള സ്റ്റാഫിന് ഒരിക്കലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഇത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. കാരണം അവർക്കറിയാം ഒതന്റിക് ആയിട്ട് വളരെ പ്യുവർ ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ഒരു നല്ല സ്ട്രാറ്റജി എപ്പോഴും നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിനെയും ശരിയായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് കറക്റ്റ് നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണോ പോകുന്നത് ആ ഡയറക്ഷനിലേക്ക് കറക്റ്റ് എത്താൻ പറ്റുക. അതുപോലെ തന്നെ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനെ കാട്ടിലും കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നത് നല്ലൊരു സ്ട്രാറ്റജി ഉള്ളപ്പോഴായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഡിസിഷൻ നമ്മളുടെ കമ്പനിയിൽ നടക്കുന്ന ഓരോ ഡിസിഷനെയും ഹെൽപ്പ് ചെയ്യുന്നതും നല്ലൊരു സ്ട്രാറ്റജി ആയിരിക്കും. അതുവഴി മാത്രമായിരിക്കും നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം എങ്ങനെ നമ്മളുടെ കമ്പനിയിൽ നമുക്ക് നല്ലൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ട് കാര്യങ്ങൾ വരും. നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിൽ വേണ്ട സ്ട്രാറ്റജീസിനെ തിങ്ക് ചെയ്യാനും പറ്റണം, അത് ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റണം. അപ്പൊ മാത്രമായിരിക്കും നല്ലൊരു സ്ട്രാറ്റജി നിങ്ങളുടെ കമ്പനിയിൽ ഡെവലപ്പ് ആവുക. എന്താണ് എന്റെ കമ്പനിക്ക് വേണ്ടത് എന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് തിങ്കിങ് എന്ന് പറയുന്നത്. എവിടെ ഏത് രീതിയിൽ എപ്പോഴാണ് ഈ സ്ട്രാറ്റജി ഈ പ്ലാൻ എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളും നമ്മളുടെ കമ്പനിയിൽ ഉണ്ടെങ്കിലും മാത്രമായിരിക്കും നമുക്കൊരു വിന്നിങ് സ്ട്രാറ്റജിയിലേക്ക് എത്താൻ പറ്റുക, ഒരു നല്ല സ്ട്രാറ്റജിക് മോഡലിലേക്ക് എത്താൻ പറ്റുക. അപ്പൊ അതില് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ കമ്പനിയിൽ ഒരു വിഷൻ ഉണ്ടായിരിക്കണം, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. സോ സ്ട്രാറ്റജിക് തിങ്കിങ്ങിൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ഒരു വിഷൻ ഉണ്ടായിരിക്കണം, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം, ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം, ക്രിയേറ്റിവിറ്റി വേണം. അപ്പൊ വിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ കമ്പനി വളരെ സക്സസ്ഫുൾ ആയി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റില് കമ്പനി എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇപ്പൊ ഞങ്ങളുടെ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലോക്കൽ എക്കണോമി എന്ന് പറയുന്ന കമ്പനി നമ്മള് 100% ഡെവലപ്പ് ആകുമ്പോൾ ഏത് പോയിന്റിലാണ് നിൽക്കുന്നത്? അപ്പൊ 100% ഡെവലപ്മെന്റ് ആയി നമ്മൾ ഗ്രോത്തിലെത്തി എന്ന് വിചാരിക്കുമ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് ഈ കമ്പനി ഇന്ത്യ മുഴുവൻ ഏകദേശം ഒരു എല്ലാ സംസ്ഥാനത്തും നമുക്ക് ഓഫീസ് വേണം, ഏകദേശം 1000-ലധികം ബിസിനസ് ഓണേഴ്സുമായിട്ട് നമുക്ക് കണക്ടിവിറ്റി വേണം. ഇതാണ് നമ്മളുടെ വിഷൻ. അതായത് എൻ പോയിന്റിൽ ഞങ്ങൾ സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞു നിൽക്കുന്ന എൻ പോയിന്റ്. സോ ഈ എൻ പോയിന്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, അതായത് നിങ്ങൾക്ക് ഒരു വിഷൻ ഉണ്ടായിരിക്കണം, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം ആ പോയിന്റിലേക്ക് എങ്ങനെ എത്താമെന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. കാരണം ഈ എൻ പോയിന്റിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയധികം കാര്യങ്ങൾ വിട്ട് കളയേണ്ട വരും, കുറേയധികം കാര്യങ്ങൾ വിട്ട് കൊടുക്കേണ്ട വരും. ആ രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യണം, കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിരിക്കണം. ഇപ്പൊ നമുക്കറിയാം, കാരണം കറന്റ് 2025 നമുക്കൊരു ബിസിനസ് ചെയ്യണം, ബിസിനസ് സക്സസ്ഫുൾ ആകണമെങ്കിൽ
മറ്റുള്ളവർ ചെയ്യുന്ന പോലെയല്ല, ഡിഫറെന്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. അപ്പൊ മാത്രമാണ് അവിടെ ഒരു സക്സസ്ഫുൾ എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് നമുക്ക് വരാൻ പറ്റുള്ളൂ. സോ അവിടെ നമുക്കൊരു ക്രിയേറ്റിവിറ്റിയും കൊണ്ടുവരാൻ പറ്റണം നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പം ഈ രീതിയിൽ നമ്മളുടെ ഫോക്കസ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സ്ട്രാറ്റജിക് തിങ്കിങ്ങിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ മാത്രമായിരിക്കും നമ്മളുടെ ഗോൾസ്, നമ്മളുടെ പ്ലാൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു വിഷൻ ഉണ്ടായിരിക്കണം, മിഷൻ ഉണ്ടായിരിക്കണം, ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കണം, കമ്പനിക്ക് കീ വാല്യൂസ് ഉണ്ടായിരിക്കണം. അപ്പം എന്താണ് വിഷൻ? ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ് വിഷൻ എന്ന്. കമ്പനി സക്സസ്ഫുൾ ആയി എന്ന് നിങ്ങൾ പറയുന്ന പോയിന്റ് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, അതിപ്പം കമ്പനി സക്സസ്ഫുൾ ആയി എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം. ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് ഇത്ര ഇത്ര ബ്രാഞ്ച് ഉണ്ടായിരിക്കണം, ഇന്ത്യ മുഴുവൻ പ്രസൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ കമ്പനിയുടെ വിഷൻ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? എഴുതുക. അതിന് നിങ്ങൾക്ക് ഒരു ഷീറ്റ് ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. ആ ഷീറ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ വിഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി മിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിഷനിലേക്ക് നിങ്ങൾ വരാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഉദാഹരണം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ വിഷൻ ഇന്ത്യ മുഴുവൻ 1000-ലധികം ബിസിനസ് ഓണേഴ്സുമായിട്ട് കണക്ടിവിറ്റി ഉണ്ടാക്കുക. അപ്പം ആ കണക്ടിവിറ്റി ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇന്ത്യ മുഴുവൻ എല്ലാ ഭാഷയിലും ഞങ്ങൾ ഇതുപോലെ ട്രെയിനിങ്സ് കണ്ടക്ട് ചെയ്യണം. കേട്ടോ, ആ വിഷൻ അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നിങ്ങളുടെ മിഷനിൽ വരേണ്ടത്. ഇനി ഒബ്ജക്റ്റീവ്സിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ മിഷൻ നിങ്ങൾ എഴുതിയല്ലോ, ട്രെയിനിങ്സ് കണ്ടക്ട് ചെയ്യണം എന്ന് എഴുതിയല്ലോ, അതൊന്ന് ന്യൂമറൈസ് ചെയ്യുക, ഒരു ന്യൂമറിക്കൽ ആക്കുക, കണക്കുകൾ കൂടെ ആഡ് ചെയ്യുക. അപ്പം ഇന്ത്യ മുഴുവൻ ഇത്രയും ട്രെയിനിങ്സ് എല്ലാ സംസ്ഥാനത്തും കണ്ടക്ട് ചെയ്യണമെന്നാണ് നമ്മളുടെ മിഷൻ പറയുന്നത്. അപ്പം എത്ര ട്രെയിനിങ്സ് ഏത് ടൈമില് എപ്പോ എങ്ങനെ കണ്ടക്ട് ചെയ്യണം, അതാണ് ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. അതായത് ആ വലിയ മിഷൻ എന്നുള്ള ഗോളിനെ നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് ഷോർട്ടൺ ചെയ്തു. അവിടെ നമ്മൾ ന്യൂമറിക്കൽ വാല്യൂസ് കൊണ്ടുവന്നു. അതാണ് ഒബ്ജക്റ്റീവ്സ്. അതിനുശേഷം ഈ മിഷൻ, വിഷൻ, ഒബ്ജക്റ്റീവ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട കുറച്ച് കീ വാല്യൂസ് ഉണ്ട്. എന്തൊക്കെ ഇപ്പൊ നമ്മൾ കീ വാല്യൂസ് എന്ന് പറയാം? ഇന്റഗ്രിറ്റി നമ്മൾ ചെയ്യേണ്ട ഒരു വാല്യൂ ആണ്. സത്യസന്ധത കാണിക്കണം, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. അതുപോലെ നിങ്ങളുടെ ബിസിനസ്സിൽ ചെയ്യേണ്ട കുറച്ച് കീ വാല്യൂസ് ഉണ്ട്. അത് 3-4 നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. അപ്പം അതിനു വേണ്ടിയിട്ട് ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വർക്ക് ഷീറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ വർക്ക് ഷീറ്റിൽ ക്രിയേറ്റ് ചെയ്യുക. ആ വർക്ക് ഷീറ്റ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ 4 കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അപ്പം ഈ കാര്യങ്ങൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഡിഫറെന്റ് സ്ട്രാറ്റജീസ് നിങ്ങളുടെ കമ്പനിയിൽ ബിൽഡ് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് പ്രോഫിറ്റബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം, സ്കെയിൽ അപ്പിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം, എംപ്ലോയി ഹയറിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം. ഡിഫറെന്റ് സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം. അതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം എന്നാണ്. അപ്പം ആദ്യം ഈ കാര്യങ്ങളിൽ എന്ത് ചെയ്യണം? നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ സോഫാർ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ് സ്ട്രാറ്റജി എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് നമ്മളുടെ ബിസിനസ് എത്തിച്ചേരേണ്ട ഒരു പോയിന്റിലേക്ക് നമ്മളെ എത്തിക്കുന്ന പ്ലാനുകളെയാണ് നമ്മൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രാറ്റജി എപ്പോഴും നമുക്കൊരു ഡയറക്ഷൻ തരുമെന്ന് നമ്മൾ പറഞ്ഞു, ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് തരുമെന്ന് പറഞ്ഞു, നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു, ഒരു ഗ്രോത്തിലേക്ക് നമ്മളെ നയിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ അപ്പൊ എങ്ങനെയാണ് നല്ലൊരു സ്ട്രാറ്റജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 2 കാര്യങ്ങൾ വരും. സ്ട്രാറ്റജിക് ആയിട്ട് നമുക്ക് തിങ്ക് ചെയ്യാനും പറ്റണം, സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്യാൻ പറ്റണം, അത് ഈ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ സ്ട്രാറ്റജിക് തിങ്കിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു വിഷൻ വേണം, കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് വേണം, നമ്മളുടെ കമ്പനിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, അതെങ്ങനെയാണ് നടക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് വേണം,
ഫ്ലെക്സിബിലിറ്റി വേണം. നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് പല കാര്യങ്ങളും ഫ്ലെക്സിബിൾ ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റണം. അത് ചിലപ്പോൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റണം. നമുക്ക് വിട്ടുകൊടുക്കേണ്ട കാര്യങ്ങൾ വിട്ടുകൊടുത്തിട്ട് തിങ്ക് ചെയ്യാൻ പറ്റണം. ക്രിയേറ്റീവ് ആയിരിക്കണം. യുണീക്ക് ആയിട്ടുള്ള വേയിൽ നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ നമ്മളുടെ കമ്പനിയിൽ നമുക്കൊരു വിഷൻ, മിഷൻ, ഒബ്ജക്റ്റീവ്സ്, കീ വാല്യൂസ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളുടെയും ട്രെയിനിങ് ഡേ ടു ഡേ ബേസിൽ എടുക്കുന്നുണ്ടാവും. നിങ്ങളുടെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് എൻഹാൻസ് ചെയ്യാനുള്ള ട്രെയിനിങ്, ഡിഫറെന്റ് സ്ട്രാറ്റജീസിന്റെ ട്രെയിനിങ്, എങ്ങനെ കാൻഡിഡേറ്റ്സിനെ ഹയർ ചെയ്യണം എന്നുള്ള ട്രെയിനിങ്, നിങ്ങളുടെ ഇന്റർവ്യൂ സ്കിൽസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്, എല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച് എവരിവൺ.